കീർത്തി, ഇപ്പോൾ സിദ്ദിഖിന്റെ വീടിന്റെ പരിസരത്ത് നിന്നാണ് സംസാരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സിദ്ദിഖ് ഇന്ന് പുലർച്ചെ വരെ അവിടെ ഉണ്ടായിരുന്നു എന്നായിരുന്നു കൊച്ചിയിലെ മാധ്യമ പ്രവർത്തകരുടെ ഒക്കെ അറിവ്. അതിനനുസരിച്ചാണ് നമ്മളൊക്കെ അങ്ങോട്ടേക്ക് പോയത്. പക്ഷേ ഇപ്പോൾ അവിടെ നിന്ന് മാറിയിരിക്കുന്നു എന്നതാണോ അറിയാൻ കഴിയുന്നത്? രണ്ട് വീട്ടിലും ആളില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും മനോ, സിദ്ദിഖ് ഒളിവിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം വരെ സിദ്ദിഖ് കൊച്ചിയിലെ ഈ വെണ്ണലയിലെ വീട്ടിൽ സിദ്ദിഖ് ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയത്. എന്നാൽ അവിടെ ഇല്ല എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. രണ്ട് വീടാണ് സിദ്ദിഖിന് എറണാകുളം ജില്ലയിലുള്ളത്. ഒന്ന് ഈ വെണ്ണലയിലെയും ഒപ്പം തന്നെ ആലുവയിലും സിദ്ദിഖിനൊരു വീടുണ്ട്. എന്നാൽ ഇവിടെ സിദ്ദിഖ് ഇല്ല എന്ന് മനസ്സിലാക്കിയതിന് പിന്നാലെ ഇപ്പോൾ ഞങ്ങൾ കുട്ടമശ്ശേരിയിലെ ആലുവയിലെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെയും സിദ്ദിഖ് ഇല്ല എന്നാണെങ്കിൽ സിദ്ദിഖ് ഒളിവിൽ നിന്ന് തന്നെ നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം വരെ ഇവിടെ ഉണ്ടായിരുന്നു. ഇനി മറ്റേതെങ്കിലും ആവശ്യങ്ങൾക്കായി മറ്റിടങ്ങളിലേക്ക് പോയതാണോ തുടങ്ങിയ കാര്യങ്ങളിലൊന്നും വ്യക്തത വന്നിട്ടില്ല. എന്തായാലും അല്ല, അങ്ങനെ ഒരു ആവശ്യത്തിന് പോകേണ്ട സമയമല്ലല്ലോ. കാരണം ഏറ്റവും നിർണായകമായ നിയമപ്രക്രിയയിലൂടെ അദ്ദേഹത്തിന്റെ കേസ് കടന്നു പോകുമ്പോൾ മറ്റാവശ്യങ്ങൾക്ക് സമയം കണ്ടെത്തി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ ഈ മുൻകൂർ ജാമ്യ ഹർജി തള്ളി ഏത് നിമിഷവും അറസ്റ്റ് ഉണ്ടാകാം എന്നൊരു ആശങ്ക പരന്നതോടെ മാറി നിൽക്കാനുള്ള സാധ്യതയല്ലേ കൂടുതൽ? തീർച്ചയായും മനു, അങ്ങനെ തന്നെ വേണം സംശയിക്കാൻ. കാരണം ഈ ജാമ്യാപേക്ഷ തള്ളിയതിന് തൊട്ട് പിന്നാലെ തന്നെ സുപ്രീം കോടതി തേടുമെന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ നടപടിയുടെ കാര്യങ്ങളിലൊക്കെ തന്നെ നിയമോപദേശം തേടുകയും മറ്റ് നടപടിയും ഒക്കെയായി സിദ്ദിഖ് മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സിദ്ദിഖ് എവിടെയാണ് എന്നുള്ളൊരു ചോദ്യം ബാക്കിയാണ്. കഴിഞ്ഞ ദിവസം വരെ ഇവിടെ കൊച്ചിയിൽ ഉണ്ടായിരുന്ന സിദ്ദിഖ് ഇപ്പോൾ എവിടെയാണ്? ഇനി ഈ എറണാകുളം ജില്ലയിൽ തന്നെ മറ്റെവിടെയെങ്കിലും സിദ്ദിഖ് ഒളിവിൽ കഴിയുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും മാധ്യമപ്രവർത്തകർ എല്ലാവരും തന്നെ സിദ്ദിഖിനെയും തേടി തന്നെയാണ് പോകുന്നത്. അല്പസമയം മുൻപാണ് ഞങ്ങൾ വെണ്ണലയിലെ വീട്ടിൽ പോയത്. അവിടെ എന്തായാലും ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ആലുവയിലെ വീട്ടിലേക്ക് പോകുന്നത്. അവിടെയും സിദ്ദിഖ് ഇല്ല എന്നാണെങ്കിൽ സിദ്ദിഖ് എവിടെ എന്നുള്ള ചോദ്യങ്ങൾ ബാക്കിയിട്ട് അറസ്റ്റ് വൈകാതെ തന്നെ ഉണ്ടാകുമെന്നുള്ള സൂചനകളുണ്ട്. അങ്ങനെയെങ്കിൽ സിദ്ദിഖ് ഒളിവിലാണോ, എവിടെയാണ്? ഇനി മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ മറ്റാവശ്യങ്ങൾക്ക് പോകാനുള്ള ഒരു സാഹചര്യം കൂടിയല്ല. അങ്ങനെയെങ്കിൽ ഒളിവിൽ കഴിയുകയാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പോകുന്നത്. എന്തായാലും ഇപ്പോൾ ആലുവയിലെ വീട്ടിൽ കൂടി ഞങ്ങൾ നോക്കുകയാണ്. അവിടെയും സിദ്ദിഖ് ഇല്ല എന്നാണെങ്കിൽ ഒളിവിൽ നിന്ന് തന്നെ നമുക്ക് ഇപ്പോൾ ഒരു സംശയം മാത്രമായാണ് കൊടുക്കുന്നതെങ്കിൽ പിന്നീട് സ്ഥിരീകരിക്കേണ്ടി വരും മനു.